മഹാ മഹാ ആരാത്? ദൈവത്തെ ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിക്കരുത്. പറയുന്ന കേട്ടോ. വേണ്ട. പേടിച്ചു പേടിച്ചു പേടിച്ചു. നന്നായിട്ട് പേടിച്ചു അല്ലേ? ശരിക്കും പേടിച്ചു അല്ലേ? എന്താ ഇതൊക്കെ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം നീ ഒരു ദിവസം പോലും സമാധാനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണിത്. ഇന്നത്തെ ദിവസം എന്റെ സ്പെഷ്യൽ ട്രീറ്റ്. കം. നോ. എങ്ങനെയുണ്ട്? ഫോൺ ഫോൺ ഫോൺ. സാർ തന്ന നമ്പർ ട്രേസ് ചെയ്തപ്പോ സാറിന്റെ വീട്ടിലെ നമ്പറിലേക്ക് 3 പ്രാവശ്യം കോൾ പോയിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. വീട്ടിലേക്ക് 3 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആഹാരത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടാവോ? ഞാൻ മാത്രം കഴിച്ചാ മതിയോ? നീയും കഴിക്ക. ഇല്ല വേണ്ട. ഇറക്കുന്നുണ്ടോ നോക്ക്. ഭക്ഷണം ഇറക്കുന്നുണ്ടോ നോക്ക്. നിക്കടാ നിക്കടാ. ഇവള് നല്ലവളാണെന്ന് തോന്നുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? വിക്രം, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇന്ന് ആരോ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് ഞാനാണ് വിക്രം, നിന്റെ കൂടെയുള്ളത് ആദിത്യനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അതിന് നീ എന്താ പറഞ്ഞ ബേബി? അതിന് ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സർ? അറിയില്ല ബേബി. ഞാൻ ആരാ? അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ വൈഫ്. ഞാൻ വിശ്വസിക്കോ? ഫോൺ അപ്പ തന്നെ കട്ട് ചെയ്തു. സ്മാർട്ട് റൈറ്റ്? ബേബി ആദ്യം തന്നെ. ബേബി അവൻ വലിയൊരു അക്യൂസ്ഡ് ആണ്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ എന്തെങ്കിലും അവൻ ചെയ്യാൻ നോക്കും. സപ്പോസ് ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീയുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? അതൊക്കെ ഞാൻ ഈസി ആയിട്ട് നോക്കിക്കോളാം. അതെങ്ങനെ നോക്കും നീ? ഇപ്പൊ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നേ. നിനക്ക് എപ്പോഴും കുട്ടികളേ ഉള്ളല്ലോ. അവിടെ എന്തിനാണ് എന്നെ ഇടിച്ചത്? നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചു തന്നെ. അപ്പൊ ബ്ലോക്ക് ചെയ്യണ്ടേ? നീ ബ്ലോക്ക് ചെയ്തിരുന്നിട്ട് എന്നെ കുറ്റം പറയാണോ? നല്ല ഫോഴ്സിലാണോ അടിച്ചത്? തെണ്ടി പാർട്ണറെ, ഇതൊക്കെയാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? സോറി വിക്രം, ഞാൻ അറിയാതെ. ഇതൊക്കെ ഇപ്പത്താ. ശരി വാ വാ. ഓക്കെ ഓക്കെ, ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. ഹലോ സാർ, ഞങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയ ആദിത്യനെ പാലോട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരാമോ സാർ? വരാം. മഹാ, സുഗന്ധനില്ല മഹാ. ഞാൻ വിക്രമാണ് മഹാ, എന്നെ വിശ്വസിക്കേ. നിന്റെ കൂടെ ഉള്ളത് ഞാനല്ല, നിന്റെ കൂടെ ഉള്ളത് ആദിത്യന്. മഹാൻ അവൻ എന്നെ എല്ലാം എല്ലാം മാറ്റി മറിച്ചു കളഞ്ഞു മഹാ. എന്നെ വിശ്വസിക്കേ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പാ. ഞാൻ വിക്രമാ, നീ എന്റെ കൂടെ. പ്ലീസ് ദയവേത് എന്നെ ഒന്നും ചെയ്യരുത് മഹാ. പ്ലീസ്. മഹാ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? നിന്റെ വിക്രമാ ഞാൻ.
സത്യമാണ് മഹാ. ഞാൻ പറയുന്നത് വിശ്വസിക്കും മഹാ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും മഹാ. നീ എന്റെ കൂടെ വാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണം? ഞാൻ വിക്രമ. അവൻ എന്റെ രൂപം നിന്നെ മാറ്റിക്കളഞ്ഞ ഞാൻ എങ്ങനെയാ നിന്നെ... സോറി സോറി മഹാ, സോറി മഹാ. എന്നെ വിശ്വസിക്ക്. ഞാൻ വിക്രമ മോളെ. മഹാ, എന്നെ നീ... മഹാ, വാതിൽ തുറക്ക, തുറക്ക. ബേബി, വിക്രം, അവൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പറ. ഞാൻ നമ്മുടെ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. അയാള് അപ്പുറത്തുണ്ട്. നീ പുറത്തു വരരുത്. ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണേ. വിക്രം, എനിക്ക് പേടിയാവുന്നൊന്ന് വേഗം വാ. ഞാൻ വരാ. അവളെ അവൻ്റെ അടുത്തൊന്ന് രക്ഷിക്കണം. വിക്രം, അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പറയാ. അവനാ വിക്രം, നീ ആദിത്യനാണെന്ന്, അവനെ നീ എന്തോ ചെയ്ത് മാറ്റിയതാണെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പേടിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. എന്നിട്ടോ മരിച്ചോ? മരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെയാ ഞാൻ വെടിവെച്ചത്. ചോര വന്നു. ഇവിടെയല്ലേ? കയ്യിലല്ലേ? അവൻ സേഫായിട്ട് പോയല്ലോ അല്ലേ? അവൻ സേഫായിട്ട് പോയെന്നോ? അവനെ ഞാൻ തന്നെ കൊന്നോളാം. അവനെ ഞാൻ തന്നെ കൊല്ലും. അവൻ പറഞ്ഞു ഒന്നും നീ മനസ്സിൽ വെക്കല്ലേ. അവൻ സൈക്കോ ആണ്. അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അക്ഷര, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറഞ്ഞിട്ട് വീട്ടില് ടൈറ്റ് ആയിട്ടൊരു സെക്യൂരിറ്റി തരാൻ പറയണം. 10-15 പേരോട് പുറപ്പെട്ട് വരാൻ പറയണം. പിന്നെ മനസ്സിലാവുന്നില്ലേ? കയ്യിൽ വെടിയേറ്റത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണും. സോ ഈ ഏരിയയിലുള്ള ഒരു ഹോസ്പിറ്റലും വിടാതെ എല്ലാ ഹോസ്പിറ്റലും ചെക്ക് ചെയ്യണം. ബേബി, നീ പേടിക്കണ്ട കേട്ടോ. ഞാൻ അവനെ തീർത്ത് കളഞ്ഞേക്കാം. സൂക്ഷിക്കണേ വിക്രം. വാ വാ. നീ വണ്ടി ഓടിക്കേ. അക്ഷര, ഇത് സത്യാണ് വിളിക്കണേ. സത്യ, ഞാനീ പറയുന്നൊന്ന് കേക്കണേ, മറുപടി പറയണ്ട. ഇപ്പൊ AC ആയിട്ട് അവിടെ ഇരിക്കണത് വിക്രം അല്ല, ആദിത്യാണ് ഇപ്പൊ വിക്രമിന്റെ ശരീരത്തിലുള്ളത്. മേലി ദിവസത്തിൽ ഒന്ന് വേഗം അറിയിച്ചോട്ടോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടൈം വളരെ മോശമാണ്. നല്ലൊരു ജോൽസിനെ കണ്ട സമയം.